നിനക്ക് ഫ്രണ്ട്സ് ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിനക്കായിട്ടാണ്. നിനക്കാരും വിളിക്കാറില്ല, മെസ്സേജ് അയക്കാറില്ല, പക്ഷേ സ്റ്റാർസ് എല്ലാം കണ്ടു പോകുന്നു. ശരിയാണോ? നീ മോശക്കാരനാണോ? അല്ലെങ്കിൽ ലോകം നിന്നെ മനസ്സിലാക്കുന്നില്ലേ? സത്യം പറയാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ഇല്ലാത്തത് നിൻ്റെ തെറ്റല്ല. ഇന്ന് ഈ വീഡിയോയിൽ എന്തുകൊണ്ട് ഫ്രണ്ട്സ് ഇല്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. നിനക്ക് ഫ്രണ്ട്സ് ഇല്ല എന്ന് തോന്നൽ എങ്ങനെ വരുന്നു? നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു സമയത്ത് ഇത് ചിന്തിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായ ഫ്രണ്ട്സ് ഇല്ല? സ്കൂളിൽ, കോളേജിൽ, ഓഫീസിൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷേ ഉള്ളിൽ ഒറ്റപ്പെടൽ തോന്നും. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എല്ലാവരും ഗ്യാങ്, ട്രിപ്പ്, ബർത്ത്ഡേ, സർപ്രൈസ്, നമുക്ക് മാത്രം സൈലൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? എന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ബോറാണോ? എനിക്ക് ആളുകളോട് സംസാരിക്കാൻ അറിയില്ലേ? പക്ഷേ കേൾക്കൂ, ഒറ്റപ്പെടൽ എന്നത് നീ വിലയില്ലാത്തവനാണ് എന്നർത്ഥമല്ല. യഥാർത്ഥമായ റിയൽ ആയിട്ടുള്ള റീസൺസ് എന്താണ്? ഒന്നാമത്തെ റീസൺ, നീ വളരെ റിയൽ ആണെന്നുള്ളതാണ്. ഇന്ന് ലോകം എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഫേക്ക് സ്മൈൽ, ഫേക്ക് കെയർ, ഫേക്ക് ബോണ്ടിങ്. പക്ഷേ നീ റിയൽ ആണെങ്കിൽ, നീ നേരിട്ട് സംസാരിക്കുന്നവനാണെങ്കിൽ, നീ ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാത്തവനാണെങ്കിൽ ചിലർ നിന്നെ അവോയ്ഡ് ചെയ്യും. കാരണം സത്യം ചിലർക്ക് ഭയമാണ്. രണ്ടാമത്തെ കാര്യം, നീ അസ്മാൻ അല്ല എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ശരി, ഓക്കെ, നീ പറഞ്ഞതുപോലെ എന്ന് പറയുന്നവർക്കാണ് പലപ്പോഴും ഗ്രൂപ്പിൽ സ്ഥാനം. പക്ഷേ നീ നിന്റെ അഭിപ്രായം പറയുന്നവനാണെങ്കിലോ? ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ, എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടേണ്ടതില്ല, പക്ഷേ നിന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നവർക്കാണ് നീ വേണ്ടത്. മൂന്നാമത്തെ കാര്യം, നീ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവനാണ്. നിനക്ക് ഗോസിപ്പ് വേണ്ട, നിനക്ക് യൂസ്ലെസ് ഡിസ്കഷൻസ് വേണ്ട, നിനക്ക് ലക്ഷ്യം വേണം, നിനക്ക് ഫ്യൂച്ചർ വേണം. പക്ഷേ എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല. അപ്പോൾ നാച്ചുറലി ഡിസ്റ്റൻസ് ഉണ്ടാകും. ഒരു ഹാർഡ് ട്രൂത്താണ് പറയാൻ പോകുന്നത്, ഒരു സത്യമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും നിൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതില്ല. നിനക്ക് 100 ഫ്രണ്ട്സ് വേണ്ട, നിനക്ക് 1 ജെന്യുവിൻ ഫ്രണ്ട് മാത്രം മതി. ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്, ക്വാണ്ടിറ്റി അല്ല. നീ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് നോക്കാം. ഫസ്റ്റ് വൺ, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യും. ജിമ്മിൽ പോകൂ, ബുക്സ് വായിക്കൂ, സ്കിൽസ് പഠിക്കൂ, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. നീ സ്ട്രോങ് ആകുമ്പോൾ ആളുകൾ നാച്ചുറലി നിന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. സെക്കൻഡ് വൺ, സോഷ്യൽ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യും. സ്മോൾ ടോക്സ് തുടങ്ങൂ, സ്മൈൽ ചെയ്യൂ, ഐ കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യൂ. ഫ്രണ്ട്ഷിപ്പ് ബിഗിൻ ചെയ്യുന്നത് ഒരു ഹായ് കൊണ്ടാണ്. തേർഡ് വൺ, ഡെസ്പറേറ്റ് ആകരുത്. പീപ്പിൾ ക്യാൻ ഫീൽ ഡെസ്പറേഷൻ, പ്ലീസ് ബി മൈ ഫ്രണ്ട്. ആ ഒരു വൈബാണെങ്കിൽ ആളുകൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. റിലാക്സ് ആയിരിക്കുക, നിനക്ക് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ചോദ്യം ചോദിക്കാം, നീ ഇന്ന് ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഫ്യൂച്ചർ വേർഷനെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുകയാണോ? ഇന്നത്തെ ലോൺലിനെസ് നാളെ സക്സസ് ആകാം. ഇന്ന് നിന്നെ ഇഗ്നോർ ചെയ്തവർ നാളെ നിൻ്റെ അപ്രോച്ച് ചെയ്യാം. നിനക്ക് ഫ്രണ്ട്സ് ഇല്ലെന്നതൊരു ശാപമല്ല, അതൊരു അവസരമാണ്. സെൽഫ് ഡിസ്കവർ ചെയ്യാൻ, സെൽഫ് ഇംപ്രൂവ് ചെയ്യാൻ, സെൽഫ് റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യാൻ. റിമെമ്പർ, ഒറ്റയ്ക്കുള്ള സമയമാണ് വലിയ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. ഈ വീഡിയോ നിനക്ക് റിലേറ്റ് ആണെങ്കിൽ കമൻറ്റിൽ എഴുതൂ ഐ ആം ഇനഫ്. ഷെയർ ദിസ് വീഡിയോ ടു സമൺ ഹൂ ഫീൽസ് അലോൺ. സബ്സ്ക്രൈബ് ചെയ്യൂ, ബിക്കോസ് യുവർ കം ബാക്ക് സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ.